കാസർഗോഡിന് സ്വർണ്ണ വിശുദ്ധിയുടെ തിലകക്കുറി ചാർത്തി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. പുത്തൻ ഫാഷൻ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരവുമായി കാസർഗോഡ് MG റോഡിലാണ് പുതിയ ഷോറൂം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങ് കാസർഗോഡിന്റെ ഉത്സവമായി മാറി. കാസർഗോഡിന് സ്വർണ്ണ പരിശുദ്ധിയുടെ പകിട്ടേകി സപ്തഭാഷാ സംഗമഭൂമിയിൽ വിശ്വാസത്തിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞ് ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡിന്റെ മനസ്സറിഞ്ഞ് അത്യാധുനിക രീതിയിൽ അതിവിശാലമായ സൗകര്യങ്ങളോടെ കാസർഗോഡ് MG റോഡിലാണ് പുതിയ ഷോറൂം ആരംഭിച്ചത്. കാസർഗോഡിന് ഉത്സവ നിറവേകിയ അന്തരീക്ഷത്തിൽ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഭരണം എന്നത് അത് അലങ്കാരം മാത്രമല്ല, മറിച്ച് അതിൽ പവിത്രതയുടെ ഒരു വിശുദ്ധിയുടെ ഒരു വാഗ്ദാനത്തിന്റെ പര്യായമാണ്. ഇന്ന് വിശ്വാസത്തിന്റെ തിളക്കവും ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാർട്ട്ണർമാരായ ഉമ്മർ അബ്ദുല്ല, ബഷീർ ദീനാർ, യൂസഫ് ബാങ്കോഡ്, മുഹമ്മദ് റഹീസ്, ഷംസുദ്ദീൻ, അബ്ദുല്ല മാങ്ങാട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആഘോഷവേളകളെ ആനന്ദകരമാക്കുവാൻ പുത്തൻ ഫാഷൻ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളാണ് ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അവർക്കിഷ്ടപ്പെട്ട ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റായി മറ്റു ജ്വല്ലറികളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ഏറ്റവും ട്രെൻഡിയും ഡിസൈനിൽ മികച്ചു നിൽക്കുന്നതുമായ ആഭരണങ്ങൾ തേടുന്നവർക്കായുള്ള ഏറ്റവും മികച്ച ഡെസ്റ്റിനിയാണ് ഹയ. കാസർഗോഡ് കാത്തിരുന്ന ഈ സ്വർണ്ണ ലോകത്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ വിവിധ സ്കീമുകളും ലഭ്യമാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പും സംഘടിപ്പിച്ചിരുന്നു. നറുക്കെടുപ്പിൽ വിജയികളായ ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയവും മറ്റനേകം ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ കണ്ണഞ്ചിപ്പിക്കുന്നതും അമൂല്യമായതുമായ സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷനുകൾ കാസർഗോഡിന് പുതിയൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വപ്ന ആഭരണങ്ങൾ സ്വന്തമാക്കുവാനായി ഒരുങ്ങിയ ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇനി കാസർഗോഡിന് തിലകം ചാർത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.